മഴ മാറിയെങ്കിലും വൈദ്യുതി തടസ്സവുമായി ബന്ധപ്പെട്ട പരാതികൾ തുടരുന്നു. ചിന്നക്കനാൽ പഞ്ചായത്തിലെ ചിന്നക്കനാൽ, പെരിയക്കനാൽ മേഖലകളിലും വൈദ്യുതി തടസ്സവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ KSEB അധികാരികളെ ഫോൺ വിളിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ലെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് നാട്ടുകാർ വൈദ്യുത മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചിന്നക്കനാൽ മേഖലയിൽ ഒരാഴ്ചയിലധികമായി വൈദ്യുതി മുടക്കം തുടരുകയാണ്. പഞ്ചായത്തിലെ സൂര്യനെല്ലിയിലും പെരിയകനാലിലും ചിന്നക്കനാൽ പഞ്ചായത്ത് ആസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വല്ലപ്പോഴും മാത്രമാണ് വൈദ്യുതി എത്തുന്നത്. വ്യാപകമായി മരം വീണും വൈദ്യുതി ലൈനുകൾ തകർന്നിട്ടുണ്ട്. ഇതോടെ പഞ്ചായത്ത് ഓഫീസ്, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം അവതാളത്തിലായി. ചിന്നക്കനാൽ ടാങ്കുകുടിയിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മേഖലയിൽ രാത്രി വൈദ്യുതി വെളിച്ചമില്ലാത്തത് കാട്ടാന ശല്യം രൂക്ഷമാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിന്നക്കനാലിലെ ആദിവാസി കുടികളിൽ നിന്നും KSEB AE മുതൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വരെയുള്ളവരെ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാൻ തയ്യാറായില്ലെന്നാണ് പരാതി. ഈ കുടികളില് കറണ്ട് ഇതില്ലാത്താണ് ரொம்ப ബുദ്ധിമുട്ട്. ആന ശല്യം വരുമ്പോൾ, ആന രാത്രിയിൽ വരുമ്പോൾ കറണ്ട് ഇല്ലാതെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ കറണ്ട് എത്ര പറഞ്ഞാലും ലൈൻമാനെ വിളിച്ചാൽ അവരൊന്നും ശരിയാക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. അത്യാവശ്യത്തിന് കറണ്ട് ഇല്ലാത്തതാണ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നേരത്തെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ രാജകുമാരി ഇതിൽ മാറിയപ്പോൾ ഒട്ടും കറണ്ട് ഇല്ലാതെ പോയി. നേരത്തെ ചിത്രാവര സെക്ഷൻ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് കറണ്ട് മുടങ്ങാതെ ലഭിക്കായിരുന്നു. രാജകുമാരി മാറിയ ശേഷവും ഞങ്ങൾക്ക് കറണ്ട് ഇല്ലെന്ന് തന്നെ പറയാം. ഇരുട്ടിനകത്താണ് ഞങ്ങൾ ഈ കഴിഞ്ഞു വിടുന്ന ആനശല്യം ഒരു രീതിയിലും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ. നേരത്തെ റേഷൻകളിൽ മണ്ണെണ്ണ ഒക്കെ തരായിരുന്നു. ഇപ്പോൾ മണ്ണെണ്ണ നിർത്തിപ്പോയത് കാരണം കൊണ്ട് കറണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഇരുട്ടിലാണ് ഞങ്ങളുടെ ജീവിതം. വേറെ മാർക്കില്ലാതെ ഞങ്ങൾ ജീവിച്ചു പോകണം. കറണ്ട് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. കറണ്ട് ഞങ്ങളുടെ നവകേരളത്തിലൊക്കെ ഞങ്ങൾ ഈ ട്രാൻസ്ഫോർമർ തന്നെ മാറ്റാനായിട്ട് ഞങ്ങളൊരു മുഖ്യമന്ത്രിക്ക് ഒരു ഇത് കൊടുത്ത് നവകേരള സദസ് കൊടുത്തു. പക്ഷെ അത് അങ്ങോട്ട് കടലാസ് വിട്ട് ഇങ്ങോട്ട് കടലാസ് വിട്ട് അവർ ഞങ്ങളെ ഫോൺ നമ്പറൊക്കെ എഴുതി മേടിച്ച് ഞങ്ങളൊന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് അവിടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ അവർ അന്വേഷണം വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. KSEBയുടെ നിരുത്തരവാദിത്തപരമായ നടപടിയിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുന്ന ചിന്നക്കനാലിലെ ആദിവാസികൾക്ക് ഇരുട്ടടി കൂടി സമ്മാനിക്കുകയാണ് KSEB. ഇവിടെ കറണ്ട് ഇല്ലാതായിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. പലതവണ പരാതികൾ പറഞ്ഞു. പക്ഷേ യാതൊരുവിധ ഇടപെടലും നടത്തുവാൻ KSEB അധികൃതർ തയ്യാറാവുന്നില്ല. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് തന്നെയാണ് ആദിവാസികൾ ആവശ്യപ്പെടുന്നത്. 301 കോളനിയിൽ നിന്നും അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.